ഹായ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക പച്ചടിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അതിന് മുമ്പായിട്ട് ഈ പാവയ്ക്ക നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു കോട്ടൺ തുണിയോ വല്ല ഇട്ട് തുടച്ച് വെള്ളമയോ ഒന്നും വേണ്ട, നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഇത് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും എടുക്കുമ്പോൾ ഇതുപോലെ തുടച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വെള്ളമയോ എല്ലാം മാറ്റി എടുക്കണം. ഇത് ഇപ്പോൾ ചെറിയ പാവയ്ക്ക ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയാണ് കിട്ടിയത്, വലുത് കിട്ടിയത്. വലുതാണെങ്കിൽ നമുക്കൊരു പാവയ്ക്ക മതി. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 2-3 എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് കീറി വട്ടത്തിൽ ഇച്ചിരി കട്ടിക്ക് അരിയണേ, ഒത്തിരി അങ്ങ് കട്ടി കുറയ്ക്കേണ്ട. വറുത്ത് കോരി നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോവും. നമുക്ക് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ പാവയ്ക്കകത്തുണ്ട് അരിഞ്ഞിട്ടുണ്ട്. തീരെ അങ്ങ് കട്ടി കുറച്ചിട്ടുമില്ല, എന്നാൽ കട്ടി കുറവാണ്. ആ പരുവത്തിനാണ് പാവയ്ക്ക നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അത് വറുത്തെടുക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ച് ചൂടായി. നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് വറക്കേണ്ടത്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് ഓയിലിനകത്താണെങ്കിലും അത് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുമ്പോഴാണ് നമുക്കതിന് നല്ലൊരു രുചിയും ഒക്കെ വരുന്നത്. വെളിച്ചെണ്ണയൊന്ന് ചൂടാകട്ടെ, നമുക്ക് പാവയ്ക്ക അതിനകത്തിടാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്, നമുക്ക് പാവയ്ക്ക അങ്ങോട്ടിടാം. പാവയ്ക്ക ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കണം. അത് മൊത്തമേ നമ്മൾ ഇട്ടിട്ടുണ്ട് പാവയ്ക്ക. ഇതിനകത്ത് കിടന്ന് മൂക്കട്ടെ. നന്നായിട്ട് മൂത്തിട്ട് നമുക്ക് കോരിയെടുക്കാം. പാവയ്ക്ക ബ്രൗൺ കളറായി വരുന്നുണ്ട്, ആയില്ല, ചൂടാകാനുണ്ട്. ശകലം കൂടെ ഒന്ന് മൂക്കട്ട് നല്ലതായിട്ട്. എല്ലാവരും അരിയുമ്പം പാവയ്ക്ക ഒരു ഇച്ചിരി കട്ടിക്ക് അരിയണേ, തീരെ അങ്ങ് കട്ടി കുറയല്ലേ, അല്ല ഇതങ്ങ് പൊടിഞ്ഞു പോകും. പാവയ്ക്ക ബ്രൗൺ കളറായി വരുന്നുണ്ട്. നമുക്ക് നല്ലതായിട്ടൊന്ന് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത്, കരിഞ്ഞാൽ കരിയുടെ ഒരു ചുവ വരും. ഇച്ചിരി കൂടെ ഒന്ന് ആയിക്കോട്ടെ. എല്ലാം കൂടെ നമ്മുടെ പാവയ്ക്ക എല്ലാം മൂത്തിട്ടുണ്ട്, നമുക്കിനി കോരിയെടുക്കാതെ നല്ലവണ്ണം കോരി നമുക്കൊരു തീർത്ഥപാത്രത്തിലോട്ട് ഇട്ട് അതിന് വെള്ളം എണ്ണ അങ്ങ് ഊറും. ഇതെല്ലാം കോരിയെടുത്ത് നമുക്കൊരു വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചേർത്തിരിക്കട്ടെ, ഒന്ന് ആറട്ടെ. അപ്പോഴത്തേനും നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കാം. നമ്മളിതിനൊരു അരപ്പ് റെഡിയാക്കാം. 2-3 സ്പൂണ് തേങ്ങയ്ക്ക് എടുത്തിട്ടുണ്ട്, നമുക്കിതിനകത്തോട്ടിടാം. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ഇതിനകത്ത് വരുമ്പം ഈ ബ്രൗൺ കളറൊന്നും വരരുത്. ബ്രൗൺ കളർ വരാത്ത തേങ്ങാപ്പീര എടുക്കണം നമ്മളിതിനെടുക്കുമ്പോഴേ. ഒരു പച്ചമുളക്, ഒരു പൊടിയോളം കടുക്, ഇച്ചിരി മതി, കണ്ടേ, ഇത്രയും മതി. കടുകും കൂടി ഇട്ട് നമുക്കിത് അരയ്ക്കണം. നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂണ് തൈരും കൂടെ ഒഴിച്ച് അരച്ചുകൊണ്ട് വരും. ഇതിനകത്തല്ല നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട, നമുക്ക് വെള്ളമൊന്നും വേണ്ട ഇതിനകത്ത്. അപ്പോൾ ഇത് അരച്ചുകൊണ്ട് വരാം. വേണ്ട, നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. വേണ്ട നല്ലതായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അരപ്പ്. വേണ്ട, നമുക്ക് പച്ചടിക്കുള്ള തൈര് ഇതിനകത്തോട്ട് ഒഴിക്കാം. നല്ല കട്ടത്തൈരാണ്,
അതിന് നമുക്കൊരു സ്പൂണും കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എന്തെങ്കിലും വെച്ച് നമുക്കിങ്ങനെ ഉടയ്ക്കണം. മിക്സിക്കകത്തൊന്നും വെച്ച് അടിക്കരുത്, അങ്ങ് വെള്ളമാകും. ഇങ്ങനെ എന്തെങ്കിലും സ്പൂണോ വല്ലതും വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഈ അരപ്പും കൂടി ഇതിനകത്തോട്ടിടാം, അരച്ച് വെച്ചേക്കുന്ന അതും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാം നല്ലവണ്ണം. ഇതും കൂടെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് പാവയ്ക്ക ഇതിനകത്തോട്ടിടാം. വറുത്ത് വെച്ച പാവയ്ക്കായും കൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. നല്ല സാധായ പച്ചടി റെഡിയായി, പാവയ്ക്ക പച്ചടി. നമുക്കിതിനകത്തോട്ട് ഒരു പിഞ്ച് പഞ്ചസാര ഇടാം. കുറച്ച് മതിയാകും. അത് ഇടുന്നത് നമ്മുടെ പാവയ്ക്കയുടെ കയ്പും പുളിക്കും ഒക്കെ ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ്. അതിന് നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. അതിനൊക്കെ നമുക്ക് ഇനി ഒരു കടുവും കൂടെ ഒന്ന് താളിക്കാം. ഇതിന് നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി. ഒരു പാൻ അടുപ്പയിലോട്ട് വെച്ച് ഒന്ന് ചൂടാകട്ടെ, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് വറക്കാൻ. കുറച്ച് കടുകിടാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി 2 ചുമന്ന മുളക് ഇടാം നമുക്ക്. അതിപ്പോൾ കരിയാപ്പില ഇടാം. നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ. ഇനി നമുക്കിത് പച്ചടിക്കകത്ത് ഒഴിക്കാം. പച്ചടിക്കകത്ത് നമുക്ക് ഒഴിക്കാം കടുക് വറുത്ത്. നമ്മുടെ സാധായ പച്ചടി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു പച്ചടിയാണ്. അതുകൊണ്ട് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാനും ഒക്കെ പറ്റിയൊരു പച്ചടിയാണ് ഇത്. ഒരു പാടുമില്ല, നമുക്ക് പാവയ്ക്ക ഒന്ന് വറുത്തെടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. എല്ലാവരും എന്തോ കറിയൊക്കെ വെക്കുന്നത്, എല്ലാവർക്കും എന്തോ കറിയാണ് ഇഷ്ടം, അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയാമെങ്കിൽ അമ്മ അതുപോലത്തെ കറികളൊക്കെ ചെയ്യാം. അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ. അടുത്തൊരു മെല്ലേൽ അമക്കണേ, അന്നേരം അമ്മയിടുന്ന വീഡിയോ ഒക്കെ കാണാം. എന്നാൽ അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.